ലഹരി വിപത്ത് നാടിനും ജനങ്ങൾക്കും അപകടം. സംസ്ഥാനത്ത് വ്യാപക ലഹരി ഉപയോഗം നാടിനും ജനങ്ങൾക്കും യുവാക്കൾക്കും ഭീഷണിയാകും. ലഹരി വിപണികളും ലഹരി മാഫിയകളും ഗുണ്ടാസംഘങ്ങളും ശക്തമാകാൻ സർക്കാരും പോലീസുമാണെന്ന് ജനങ്ങൾ ആരോപിക്കുന്നു. സർക്കാരിൻ്റെയും പോലീസിൻ്റെയും അലംഭാവവും അനാസ്ഥയും പ്രധാന കാരണമായി ജനങ്ങൾ കാണുന്നു. ലഹരി ഉൽപ്പന്നങ്ങളുടെ വിപണനവും ഉപയോഗവും ക്യാമ്പസുകളിലടക്കം വ്യാപകമാകാൻ പിന്തുണയ്ക്കുന്നത് രാഷ്ട്രീയ പാർട്ടികളാണെന്ന് പോലീസ് അധികൃതർ തന്നെ രഹസ്യമായി സമ്മതിക്കുന്നു. പാവനമായ ക്യാമ്പസുകളിൽ വിദ്യാർത്ഥി നേതാക്കളും അഴിഞ്ഞാട്ടമാണ് നടക്കുന്നത്. അതിനുള്ള പിൻബലം ഭരണസിരാകേന്ദ്രങ്ങളിൽ നിന്നും വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കളിൽ നിന്നുമാണെന്നും വിവരങ്ങൾ പുറത്തുവരികയാണ്. രാജ്യത്ത് ആകമാനം ലഹരി കടത്ത് സജീവമാണെന്നും വിദേശങ്ങളിൽ നിന്ന് വൻതോതിലാണ് ഇന്ത്യയിലേക്ക് സുലഭമായി കടത്ത് നടത്തുന്നത്. ചില സംസ്ഥാനങ്ങൾ മാഫിയകളെ കയറൂരി വിട്ടിരിക്കുകയാണെന്നും സംസ്ഥാനങ്ങൾ ശക്തമായ നടപടി സ്വീകരിക്കാത്തത് കള്ളക്കടത്തുകാർക്ക് സഹായകരമാവുന്നുവെന്നും റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു. സംസ്ഥാനത്തേക്ക് ചെക്ക് പോസ്റ്റുകൾ വഴിയുള്ള കടത്ത് സുഗമമായി നടക്കുന്നതിന് സർക്കാരും ധനവകുപ്പും GST ഉദ്യോഗസ്ഥരും അകമഴിഞ്ഞ് സഹായിച്ചു വരികയാണെന്നും പരാതികൾ ഉയരുന്നു. കടുത്ത സാമ്പത്തിക തകർച്ച നേരിടുന്ന സർക്കാർ ചെക്ക് പോസ്റ്റുകളിൽ ഒരു നിയന്ത്രണവുമില്ലാതെ കള്ളക്കടത്തിന് കൂട്ടുനിൽക്കുന്നതിനാൽ അനവധി കോടികളാണ് സർക്കാർ ഖജനാവിന് നഷ്ടമാകുന്നതെന്ന് സാമ്പത്തിക വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. മുൻകാലങ്ങളിൽ ചെക്ക് പോസ്റ്റുകളും റോഡുകളിലും നിറഞ്ഞു നിന്ന് പരിശോധന നടത്തിയ ഉദ്യോഗസ്ഥർ സ്വന്തം കാര്യങ്ങൾ നോക്കി വിശ്രമിക്കുകയാണെന്നും ചിലർ സൈഡ് വരുമാനത്തിനായി റിയൽ എസ്റ്റേറ്റ് പണികളും ഏർപ്പെട്ടു വരുന്നതായും രഹസ്യ വിവരങ്ങൾ പുറത്തു വരുന്നതായി പറയുന്നു. ചെക്ക് പോസ്റ്റുകളിൽ 4 മണിക്കൂറിലധികം ഗതാഗത കുരുക്ക് ഉണ്ടാവുന്ന സ്ഥലത്ത് കാലിയായ പൂരപ്പറമ്പ് മാതിരി വിജനമായിരിക്കുകയാണ്. മറ്റു സംസ്ഥാനങ്ങളിലൊന്നും കള്ളക്കടത്തുകാരെ കയറൂരി വിട്ടിട്ടില്ലെന്നും ആണ് അറിയുന്നത്. ചരക്ക് ലോറിക്കാർ തന്നെ ഇത് സമ്മതിക്കുന്നു. ഇതേ നിലയിൽ മുന്നോട്ട് പോയാൽ കേരളം ഇന്ത്യയിലെ പിന്നോക്ക സംസ്ഥാനങ്ങളിൽ ഒന്നാമതാകാൻ അധികകാലം വേണ്ടിവരില്ലെന്ന് പറയുന്നു. സംസ്ഥാനം ലഹരിയുടെ പിടിയിൽ അകപ്പെട്ട് നട്ടം തിരിയുമ്പോൾ ചാനലുകളിൽ വന്നിരുന്ന് ചില നേതാക്കൾ ഭരണ നേട്ടങ്ങളെ വാനോളം പുകഴ്ത്തി വരുന്നു. അതും പോരാതെ ഏറ്റവും കൂടുതൽ ലഹരി കേസുകൾ എടുത്തത് കേരളമാണെന്നും അവകാശം സ്ഥാപിക്കാൻ കേസുകളുടെ പട്ടികൾ നിരത്തുകയാണ് ഈ നേതാക്കൾ. ഇത്രയും കേസെടുക്കണമെങ്കിൽ സംസ്ഥാനത്തെ ലഹരിയുടെ വ്യാപകം എത്രമാത്രം വലുതാണെന്ന് മനസ്സിലാകാത്ത ജനങ്ങളല്ല കേരളത്തിലുള്ളത് എന്നും അവർ ചൂണ്ടിക്കാട്ടുന്നു. പോലീസിൻ്റെയും എക്സൈസ് വകുപ്പിൻ്റെയും ഇപ്പോഴത്തെ ചൂടൊന്നും കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞാൽ കാണില്ലെന്ന് ജനങ്ങൾ വിലയിരുത്തുന്നു. ആറിയാൽ കഞ്ഞി പഴങ്കഞ്ഞിയാവുന്നത് പോലെ എല്ലാം തൽക്കാലം കെട്ടടങ്ങും. പിന്നീട് പൂർവാധികം ശക്തിയോടെ പഴയതുപോലെ സജീവമാകും. എത്രയോ അനുഭവങ്ങൾ കേരളത്തിലെ ജനങ്ങൾക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ടെന്നും അവർ പറയുന്നു. കളമശ്ശേരി പോളിടെക്നിക്കിൽ കഞ്ചാവ് ഉണ്ടെന്ന വിവരം പോലീസിനെ അറിയിച്ച പ്രിൻസിപ്പാളിൻ്റെ കത്ത് പുറത്ത്. കഞ്ചാവ് കേസിൽ പിടിയിലായ കളമശ്ശേരി പോളിടെക്നിക് കോളേജിലെ ഹോസ്റ്റലിൽ നിന്ന് ലഹരി വസ്തുക്കൾ ഉണ്ടെന്ന വിവരം അറിഞ്ഞാണ് പോലീസ് സംഘം മിന്നൽ പരിശോധന നടത്തിയത്. പ്രിൻസിപ്പൽ നൽകിയ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ 14-ാം തീയതി ക്യാമ്പസിൽ ഹോളി ആഘോഷിക്കുന്നതിനിടയിൽ വലിയ തോതിൽ ലഹരി ഉപയോഗിക്കാൻ സാധ്യതയുണ്ടെന്ന് ചൂണ്ടിക്കാട്ടിയാണ് പ്രിൻസിപ്പൽ പോലീസിന് കത്ത് നൽകിയത്. 12-ാം തീയതി കൊച്ചി പോലീസ് ഡെപ്യൂട്ടി കമ്മീഷണർക്ക് പ്രിൻസിപ്പൽ നൽകിയ കത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് വ്യാഴാഴ്ച രാത്രി ആൺകുട്ടികളുടെ ഹോസ്റ്റലിൽ പോലീസ് സംഘം മിന്നൽ പരിശോധന നടത്തിയതത്രേ. പൂർവ്വ വിദ്യാർത്ഥികളായ 2 പേർ പിടിയിലായി. ഹോസ്റ്റലിൽ കഞ്ചാവ് എത്തിച്ചത് ഷാരിഖിൻ്റെ പങ്ക് അന്വേഷിച്ചു വരികയാണ് പോലീസ്. കഞ്ചാവ് എത്തിച്ചത് ആഷിഖാണെന്നുള്ള വിവരം പോലീസിന് ലഭിച്ചിട്ടുണ്ടെന്നും പറയുന്നു. ആഷിഖ് പുറത്തുപോയ പൂർവ്വ വിദ്യാർത്ഥി. ആകാശിൻ്റെ മുറിയിൽ നിന്നും പിടിച്ചെടുത്ത കഞ്ചാവ്
ആഷിക്ക് തന്നതാണെന്ന് പോലീസ് വിശ്വസിച്ചു വരികയാണ്. വളരെ കാലമായി കഞ്ചാവ് വിതരണം നടന്നു വരുന്നതായിട്ടാണ് പോലീസിന് കിട്ടിയിരിക്കുന്ന വിവരം. ഡ്യൂട്ടിയിൽ മദ്യപിച്ച് പഞ്ചായത്ത് സെക്രട്ടറി റോഡിൽ കിടന്നു, പോലീസ് ആശുപത്രിയിലേക്ക് മാറ്റി. ഡ്യൂട്ടി സമയത്ത് മദ്യലഹരിയിൽ പഞ്ചായത്ത് സെക്രട്ടറി റോഡരികിൽ കിടന്ന മലപ്പുറം ജില്ലയിലെ വെട്ടത്തൂർ പഞ്ചായത്ത് സെക്രട്ടറി ഷാജിമോൻ KP ആണ് മദ്യലഹരിയിൽ പെരിന്തൽമണ്ണയിൽ റോഡിൽ കിടന്നത്. പോലീസ് എത്തിയാണ് ഇയാളെ ആശുപത്രിയിൽ എത്തിച്ചത്. ഡ്യൂട്ടിക്കിടെയാണ് മദ്യപിച്ച് ലക്കുകെട്ട റോഡിൽ കിടന്നത്. വൈദ്യപരിശോധനയിൽ അമിതമായി മദ്യപിച്ചിട്ടുണ്ടെന്ന് കണ്ടെത്തി. ഡ്യൂട്ടിയിൽ നടന്ന സംഭവമായതിനാൽ ഇദ്ദേഹത്തിനെതിരെ വകുപ്പുതല നടപടി ഉണ്ടാകുമെന്ന് പറയുന്നു. സർക്കാർ ജീവനക്കാർ ഒരു നിയന്ത്രണവുമില്ലാതെയാണ് പ്രവർത്തിച്ചു വരുന്നതെന്നും ജനങ്ങൾ ആരോപിക്കുന്നു. പഞ്ചായത്ത് സെക്രട്ടറിമാരുടെ തോന്നിയ ഭരണമാണ് ഇപ്പോൾ നടന്നു വരുന്നത്. LSGD വകുപ്പും മേലുദ്യോഗസ്ഥന്മാർ ഇടപെട്ട് ഉത്തരവുകൾ നൽകിയാൽ പോലും അതിന് പുല്ലുവില കൽപ്പിച്ചാണ് സ്വന്തം ഇഷ്ടം നടപ്പിലാക്കി വരുന്നതെന്നും നാട്ടുകാർ പരാതിപ്പെടുന്നു. കൈക്കൂലി വാങ്ങി ചട്ടങ്ങൾ ലംഘിച്ചാൽ പോലും ഒരു നടപടിയും എടുക്കാറില്ല എന്നും എന്ത് ചെയ്താലും സംഘടനയുടെ പിൻബലമാണ് കാരണമെന്നും പൊതുജനങ്ങൾ ചൂണ്ടിക്കാട്ടുന്നു.